ഡോസ് ഇഞ്ചക്ഷൻ നൽകിയതിനു ശേഷം അഭി പ്രിയയുടെ അടുത്ത് വന്നിരുന്നു. തലയിൽ കൈവച്ച് ചെറുതായി വിരല് അനക്കി. പ്രിയ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ പതുക്കെ ഉറക്കത്തിലേക്ക് പോയി. കെട്ടിപ്പിടിച്ചു കിടന്നു. അഭി കൗതുകത്തോടെ പ്രിയയുടെ കിടപ്പ് നോക്കിയിരുന്നു. നന്ദൻ എങ്ങനെ ആയിരിക്കുമോ പ്രിയയെ ഉറക്കിയിരുന്നത്? പ്രിയ ആ രാത്രിയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും അഭിയുടെ മനസ്സിൽ അലയടിച്ചു വന്നു. പ്രിയയുടെ ആ ഉറക്കം നീണ്ടുപോയി. അഭിയുടെ കൈകൾ വേദനിക്കാൻ തുടങ്ങി. സെഡേഷൻ വിട്ട് ഉണരുമ്പോൾ അഭിയുടെ അവസ്ഥ കണ്ട് പ്രിയയ്ക്ക് സങ്കടവും ജാളരയും തോന്നി. താൻ ഇത്രയും നേരം കെട്ടിപ്പിടിച്ചിരുന്നത് അഭിയേട്ടന്റെ കൈയായിരുന്നു. സോറി അഭിയേട്ടാ, ഞാൻ നന്ദേട്ടന്റെ കൈ പിടിച്ച് ഇങ്ങനെ ചെറുപ്പത്തിൽ ഉറങ്ങാറ്. അങ്ങനെ ചെയ്തു പോയതാ. അഭി പുഞ്ചിരിച്ചു. സാരമില്ല, എന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു. പിന്നെ നാളെ മീര വരും, തനിക്കൊരു കമ്പനി ആകും. പ്രിയ പുഞ്ചിരിച്ചു. അഭി പ്രിയയോട് യാത്ര പറഞ്ഞു. പിറ്റേന്ന് പ്രിയയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രിയയുടെ സെൻസോറിയം ഓറിയന്റേഷൻ സംബന്ധിച്ച രേഖകൾ എല്ലാം അഭി ഹോസ്പിറ്റലിൽ നിന്നും ശേഖരിച്ച് സമർപ്പിച്ചു. അഭിയും മീരയും വക്കീലുമായി സംസാരിച്ചു. കേസ് സ്ട്രോങ് ആണ്. അവരുടെ പേരിൽ വേറെയും കേസുകളുണ്ട്. ജയിലിടിഞ്ഞു വീണാലും പുറത്തു കടക്കാൻ ഒരു വഴിയും ഇല്ല. വക്കീൽ പോയതിനു ശേഷം അഭി മുറുമുറുത്തു. കൊന്നു കെട്ടിത്തൂക്കണവരെ. അഭി, കൊല്ലാനുള്ള ദേഷ്യം നമ്മൾക്കുണ്ട്. പക്ഷെ നീ സമീപനം പാലിക്കണം. പ്രിയയുടെ ഭാവിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇനി നന്ദന്റെ കുടുംബത്തിൽ പ്രിയമോൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അഭി ദേഷ്യം കടിച്ചമർത്തി. അഭിയും മീരയും അവരവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ പിന്നെ പ്രിയയുടെ അരികിലെത്തും. പ്രിയ പതുക്കെ നടന്നു തുടങ്ങി. അഭി, പ്രിയയ്ക്ക് നല്ല എക്സസൈസ് കൊടുക്കണം. ദിവസം ഒരു 5 മുട്ടയുടെ വെള്ളയെങ്കിലും കഴിക്കണം. ഹെവി പ്രോട്ടീൻ വേണം. ഇനി വേണ്ടത് പ്രിയയുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമമാണ്. നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഒരു 2 ആഴ്ചക്കുള്ള മരുന്ന് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് റിവ്യൂ. ബാക്കി അപ്പോൾ നോക്കാം. പ്രിയയെ ചികിത്സിക്കുന്ന ഡോക്ടർ രമാദേവി പറഞ്ഞു. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കാം. അഭി, പ്രിയ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? ഞങ്ങളെ കൂടെ നിൽക്കട്ടെ? മീര അഭിയോട് ചോദിച്ചു. വേണ്ട, അവിടെ പപ്പയും അമ്മയൊക്കെ ഉള്ളതല്ലേ, അവർക്ക് ബുദ്ധിമുട്ടാകും. പിന്നെ നീ ആണെങ്കിൽ നല്ല ബിസിയും. കുര്യന സ്ഥലത്തില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. നിന്റെ ഫ്ലാറ്റിലേക്കോ? യെസ്. പ്രിയയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ നിർത്താം. അത് ശരിയാവില്ല അബി. വൈ? ഡാ, നമുക്ക് പ്രിയ നന്ദന്റെ അനിയത്തിയാണ്. നമ്മളുടെ മനസ്സിൽ അവൾ അന്നത്തെ സ്കൂൾ കുട്ടിയാണ്. പക്ഷേ പ്രിയക്ക് ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്. നീ ഒരു ബാച്ചിലർ. നിന്റെ കൂടെ ആ കുട്ടി കുറച്ചു ദിവസം നിന്നിട്ട് സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ അരുണെ പോലെ ഏതെങ്കിലും ഒരുവൻ നിന്നെയും പ്രിയയും ബന്ധപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും. എന്നെയും പ്രിയയും ബന്ധപ്പെടുത്തി എന്തു പറയാൻ? പ്രിയ 24 വയസ്സുള്ള ഒരു യുവതിയാണ് അബി. സമൂഹത്തിന്റെ കണ്ണിൽ നീ ഒരു മോസ്റ്റ് എലിജിബിൾ ബാച്ചിലറും. അപ്പോൾ മാത്രമാണ് പ്രിയയെക്കുറിച്ച് അങ്ങനൊരു രീതിയിൽ അബിയും ചിന്തിച്ചത്. പക്ഷെ മീര, എനിക്കെന്റെ കൺവെട്ട് തന്നെ പ്രിയയെ വേണം. കാരണം അന്നത്തെ ആശുപത്രിയിൽ അറ്റാക്ക്, പിന്നെ ഇപ്പോൾ അവൾ മൊഴി കൊടുത്തതിന് ശേഷം എനിക്കൊന്ന് ഫോൺ കോൾസ്, എല്ലാം കൂട്ടി വായിക്കുമ്പോൾ പ്രിയ ഏതു നേരവും അപകടപ്പെടുത്താൻ ആരോ കച്ചേട്ട് ഇറങ്ങിയിരിക്കുന്ന പോലെ. എന്നാൽ നിന്റെ ബിൽഡിങ്ങിന്റെ തന്നെ വേറെ ഫ്ലോർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റെന്റിനെടുക്കാം. അതാവുമ്പോ പ്രശ്നമില്ലല്ലോ. അന്വേഷിക്കട്ടെ. എനിക്ക് അസോസിയേഷനുമായിട്ടും അയൽക്കാരുമായിട്ടൊന്നും വലിയ ടച്ചില്ല. ലെറ്റ് മീ സ്പീക്ക്. അബിയുടെ മറുപടി കേട്ട് മീര ചിരിച്ചുപോയി. നിനക്കൊരു മാറ്റവും ഇല്ല, സെയിം കാട്ടുപോത്ത്. നന്ദൻ വിളിക്കുന്ന പേര് ഓർമ്മയില്ലേ? ഞാനേ കുര്യനോട് പറയാം. ഹീസ് ഗുഡ് കണക്ഷൻ വിത്ത് ദ ബിൽഡേഴ്സ്. അവർ അറേഞ്ച് ചെയ്യും. മീര പറഞ്ഞതുപോലെ തന്നെ കുര്യൻ അറേഞ്ച് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം. അബിയോട് തന്നെ ഫ്ലോറിൽ തൊട്ടടുത്ത ഫ്ലാറ്റ് റെന്റിന് കിട്ടി. ആ ഫ്ലാറ്റിൽ താമസക്കാരില്ലായിരുന്നു എന്ന് അബി അറിഞ്ഞത് അപ്പോഴാണ്. അത് പ്രിയോട് പറഞ്ഞത് മീര അബിയെ കളിയാക്കി ചിരിച്ചു.
പ്രിയയും ഒരല്പം സങ്കോചത്തോടുകൂടി മീരയോടൊപ്പം ചിരിയിൽ പങ്കുചേർന്നു. മീര നാട്ടിൽ നിന്നും ഏർപ്പെടുത്തിയ ഒരു മറിയച്ചെടുത്തിയാണ് പ്രിയയെ നോക്കുവാനായി ഫ്ളാറ്റിൽ വന്നത്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പ്രിയയെ മീര വീൽചെയറിൽ ഇരുത്തി അബിയുടെ കാറിലെത്തിച്ചു. ഇനി മുതൽ വീൽചെയറിലൊന്നും പാടില്ല, പതുക്കെ നടന്ന് ശീലിക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അബി ഗൗരവത്തിൽ ചോദിച്ചു. മുൻപൊക്കെ അബി ദേഷ്യപ്പെടുമ്പോൾ പ്രിയ മുഖം കുറിപ്പിക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പോൾ പ്രിയൽ ഒരു നേർത്ത പുഞ്ചിരിയാണ് വിരിയാറ്. അബി തന്നെ പ്രിയെ കാറിലേക്ക് കയറ്റി. മീര ഒപ്പം കയറി. കാറ് നേരെ അവന്യൂ ട്യൂലിപ്സ് എന്ന കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയത്തിലെത്തി. 7ാം നിലയിലായിരുന്നു പ്രിയയുടെയും അബിയുടെയും ഫ്ളാറ്റ്. ആദ്യം പോയത് അബിയുടെ ഫ്ളാറ്റിലേക്കാണ്. പ്രിയക്ക് ഇപ്പോൾ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ, കഴിച്ചോ? ഇല്ല. ഒരു പേഷ്യന്റ് ആദ്യം റെസ്പോൺസിബിലിറ്റി ആകണം. തന്റെ മരുന്നുകൾ തനിക്ക് ഓർമ്മ വേണം. കൂടെയുള്ളവർ മറന്നാലും പ്രിയ മറക്കരുത്. ഉവ്. അബി ഒരു ചാർട്ട് വരച്ച് പ്രിയക്കുള്ള മരുന്ന് സമയങ്ങൾ കുറിച്ചു. പിന്നെ ചതുരക്കളികളിൽ നിറഞ്ഞ പാത്രങ്ങളും ആ ഗുളികകൾ അതായത് സമയത്തിനനുസരിച്ച് ക്രമീകരിച്ച് മറിയച്ചെടുത്തിക്കും പ്രിയക്കുമായി പറഞ്ഞു കൊടുത്തു. പ്രിയ നോക്കി കാണുകയായിരുന്നു. അത്രയും കരുതലോടെ തന്നിലേക്ക് നീളുന്ന അബിയുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും. ദേഷ്യപ്പെടുമ്പോഴും കണ്ണുകൾ ഉള്ളിൽ മറച്ചു പിടിക്കുന്ന ആർദ്രത. ഇത്രയും കരുതലുള്ള ഒരാളെയാണോ താൻ പലതവണ അപമാനിച്ചിരുന്നത്? പ്രിയൽ കുറ്റബോധം നിറഞ്ഞു. ഡോ, താൻ സ്വപ്നം കാണുവാണോ? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? അബി വീണ്ടും പ്രിയെ ഒച്ച ഉയർത്തി. കേട്ടു അബിയേട്ടാ. പ്രിയ പുഞ്ചിരിയോടെയാണത് പറഞ്ഞത്. മീരയ്ക്ക് അത്ഭുതമായിരുന്നു പ്രിയയുടെ റിയാക്ഷൻ. അടുത്തത് മറിയച്ചെടുത്തിയായിരുന്നു അബി പറയാനുണ്ടായിരുന്നത്. ഇത് പ്രിയയുടെ ഡയറ്റ് ചാർട്ടാണ്. ഇതിൽ പ്രകാരമുള്ള കാര്യങ്ങൾ സമയാസമയം കൊടുക്കുക. ഇതിൽ പെടാത്ത എന്തെങ്കിലും ചോദിക്കും, അപ്പോൾ എന്നെ അറിയിക്കുക. സാധനങ്ങളെല്ലാം ഞാൻ വരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. മറിയച്ചെടുത്ത് തലയാട്ടി. മീര പറഞ്ഞ അബിയുടെ സ്വഭാവം ഏറെക്കുറെ അറിയാം അവർക്ക്. പ്രിയയും മറിയച്ചെടുത്തിയെയും അവരുടെ ഫ്ളാറ്റിലാക്കി മീരയും അബിയും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുപോയി. ഡോക്ടർ സാർ, എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. പാത്രങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം കൃത്യതയോടെ വാങ്ങി അടക്കി വെച്ചിട്ടുണ്ട്. മറിയാമ്മ ചേടത്തി അത്ഭുതത്തോടെ പറഞ്ഞു. മേരി ചേച്ചിയാകും വാങ്ങിയത്? ഏയ് അല്ല, ആ ഡോക്ടർ സാറാണ്. ഇന്നലെ വൈകിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് മീരക്കുന്റെ വീട്ടിൽ വന്നിരുന്നു. പ്രിയക്ക് അത്ഭുതമായി. പ്രിയമോൾക്കിപ്പോ സൂപ്പ് കുടിക്കേണ്ട നേരമാ. ചേടത്തി ഉണ്ടാക്കിക്കൊണ്ടുവരാം. അയ്യോ, ഇപ്പൊ വേണ്ട ചേടത്തി, നമ്മൾ വന്നതല്ലേ ഉള്ളൂ, റെസ്റ്റ് എടുത്തു. അപ്പോൾ തന്നെ മറിയാമ്മ ചേടത്തിയുടെ ഫോൺ ബെല്ലടിച്ചു. അയ്യോ, ഡോക്ടർ സാറാണല്ലോ. ചേടത്തി ഫോൺ എടുത്തു. ഉണ്ടാക്കാൻ തുടങ്ങുക, ഇപ്പൊ കൊടുക്കാം. ഉണ്ടാക്കാൻ തുടങ്ങുക, ഇപ്പൊ കൊടുക്കാം. ചേടത്തി ചോദിച്ചിന് ഉത്തരം നൽകി ശേഷം ഫോൺ വെച്ചു. എന്റെ പ്രിയക്കുഞ്ഞെ, ഡോക്ടർ സാറാണ്. കൊച്ചിന്റെ സൂപ്പ് സമയം ഓർപ്പിച്ചതാ. അപ്പോ തന്നെ പ്രിയ മൊബൈൽ അലാറം തുടങ്ങി. സൂപ്പ് ടൈം. അബി ഇതൊക്കെ എപ്പോ സെറ്റ് ചെയ്തു എന്നാലോചിച്ച് പ്രിയ അത്ഭുതം കൂറി. പ്രിയ പയ്യെ പിടിച്ചു പിടിച്ച് നടന്നു തുടങ്ങി. അബിക്ക് നിർബന്ധമായിരുന്നു പ്രിയ എന്ന് നടക്കണമെന്ന്. മിക്കവാറും നല്ല വഴക്ക് കേൾക്കും പ്രിയയ്ക്ക് അബിയിൽ നിന്നും. പ്രിയ വഴക്കുകളൊക്കെ പുഞ്ചിരിയോടെ നേരിടുമ്പോൾ അബിക്ക് വീണ്ടും ദേഷ്യം വരും. ഒരു ദിവസം മറിയാമ്മ ചേടത്തി പ്രിയയ്ക്ക് സോയാബീൻ കൊണ്ട് ഒരു തോരൻ സലാഡ് കൊടുത്തു. ചേടത്തി, എനിക്ക് സാധനം കണ്ടുകൂടാ. ഹോ, ഛർദിക്കാൻ വരും. ഒരു കഷ്ണം ഉപ്പുമാങ്ങ കൂടി കിട്ടുമോ ഇതിന്റെ കൂടെ? എന്റെ പൊന്നു പ്രിയമോളെ, തരത്തില്ല ഞാൻ. ആ ഡോക്ടർ സാൻ എങ്ങാനും അറിഞ്ഞ എന്നെ വെച്ചേക്കില്ല. ചേടത്തി തന്റെ നിലപാട് വ്യക്തമാക്കി. ഞാൻ പറയില്ല ചേടത്തി, ഷുവർ, പ്ലീസ്. പ്രിയ കെഞ്ചി. എന്ത്? ആരോട് പറയില്ലെന്ന് എന്നാണ് ഈ പ്രിയ പറഞ്ഞു വരുന്നത്? മുഴക്കമുള്ള ചോയത്തോടെ അബി വാതിൽ തുറന്നു വന്നു. കൂടെ മീരയും. അബിയേട്ട, അത് ചോദ്യവും പറച്ചിട്ട് ഒന്നും ഉണ്ടായില്ല. അബി പ്രിയയ്ക്ക് സലാഡ് സ്പൂണിൽ കോരി വായിൽ വെച്ചു കൊടുത്തു. എന്തോ പറയാൻ വന്ന പ്രിയയോട്.
ഈ സലാഡ് തീരും വരെ മിണ്ടരുത് എന്ന് അഭി ഗൗരവത്തിൽ പറഞ്ഞു. ഒട്ടും ആവശ്യമില്ലെങ്കിലും പ്രിയ അത് മുഴുവൻ കഷ്ടപ്പെട്ടിറക്കി. ഗുഡ് ഗേൾ. അഭി പ്രിയയുടെ മുഖം തുടച്ചു. ശരിക്കുമുള്ള ടാസ്ക് പിന്നാലെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചേടത്തി ആ മുട്ട രണ്ടെണ്ണെടുത്ത് പുഴുങ്ങിയേ. മീരയിൽ നിന്നും മുട്ടയുടെ ബാസ്ക്കറ്റ് എടുത്ത് ചേടത്തിക്ക് കൊടുത്തുകൊണ്ട് അഭി പറഞ്ഞു. എന്തിനാ അഭിയേട്ടാ? പ്രിയ ചോദിച്ചു. തനിക്ക് പ്രോട്ടീൻ വളരെ കുറവാണ്. നാച്ചുറൽ പ്രോട്ടീന് മുട്ട ബെസ്റ്റ്. തനിക്കൊരു ദിവസം മിനിമം 4 മുട്ടയുടെ വെള്ളമെങ്കിലും കഴിക്കണം. അയ്യോ വേണ്ട, ഞാൻ മുട്ട കഴിക്കില്ല. ആരോഗ്യമാണ് പ്രധാനം, ശീലങ്ങളല്ല. തനിക്ക് മുട്ട തന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അഭി ഒരു തീരുമാനം പോലെ പറഞ്ഞു. ആകെ സങ്കടത്തിലിരിക്കുന്ന പ്രിയയും വാശി നിൽക്കുന്ന അഭിയെയും നോക്കി മീര മനസ്സിൽ പുഞ്ചിരിച്ചു. ശേഷം ബാൽക്കണിയിലേക്ക് കടന്നു. വിശാലമായ ആകാശത്തേക്ക് നോക്കി. എന്താ കണ്ടില്ലേ? രണ്ടെണ്ണത്തിന് ഒരുത്തന് വാശി നോക്ക്. ഒരു മാറ്റവും ഇല്ല. പാവം പ്രിയ. പക്ഷേ അവൾ നിന്റെ മിഠായിക്കുട്ടിയിൽ നിന്നും ഒരുപാട് മാറിപ്പോയിട്ടോ. മീര നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. മീരക്കുള്ള കാപ്പിയുമായി അഭി ബാൽക്കണിയിൽ വന്നു. മീരയുടെ മൗന സംഭാഷണങ്ങൾ അഭിക്ക് മനസ്സിലാവുമായിരുന്നു. ഡാ, നീ എന്തിനാ പ്രിയമോളോട് ദേഷ്യപ്പെട്ടത്? പാവമല്ലേ? ഏയ്, ഇത് ദേഷ്യമൊന്നുമല്ല. ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടില്ലെങ്കിൽ അവൾ പണ്ടത്തെ പോലെ മിഠായിക്കുട്ടിയാകും. സമയത്തിന് ഭക്ഷണമോ മരുന്നോ കഴിക്കില്ല. ആ ചേടതിയെ സോപ്പിട്ട് നടക്കും. ആരോഗ്യം നന്നേ കുറവാണ് കക്ഷിക്ക്. നീ ഒന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. നീ ചീത്ത പറയുമ്പോ പണ്ടത്തെ ദേഷ്യം ഒന്നുമില്ല, പുഞ്ചിരിയാണ്. മീര പറഞ്ഞത് കേട്ട് അഭി ചിരിച്ചു. ഇപ്പൊ അത് പരിചിതമായി കാണും, അതാ. സമ്മതിച്ചു ഞാൻ പ്രിയമോളെ. വാ, മുട്ട ബോയിലായി കാണും. അഭി മീരയെ വിളിച്ചുകൊണ്ട് പ്രിയയുടെ റൂമിലേക്ക് പോയി. ചേടത്തി കുറച്ച് ഉപ്പും കുരുമുളകും പൊടിയും കൂടെ എടുത്തോ കേട്ടോ. പോകും വഴി അഭി വിളിച്ചു പറഞ്ഞു. പ്രിയയുടെ മുഖം ചുളിഞ്ഞു. മീരയുടെ മുഖത്ത് ഒരു ചിരി മിന്നിമറഞ്ഞു.